വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം അതിൻ്റെ 2ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഏർലി സ്റ്റേറ്റ് അല്ലെങ്കിൽ ആദ്യകാല രാഷ്ട്രങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച എന്തിനാണെന്നറിയോ, എനിക്ക് കമൻറ്റ് ബോക്സിൽ കണ്ടു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് കാണിക്കണേത്. അതുകൊണ്ടാണ് 1ാമത്തെ ചോദ്യം ഇതാണ്, സാംസ്കാരിക വിനിമയ പരിപാടികൾ എന്നാൽ എന്ത്? നമ്മളത് എടുത്തതാണ്, നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതാണ്. 2ാമത്തെ ചോദ്യം ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചത് ഗ്രീസിലാണ്. ഗ്രീസിൻ്റെ വിവരങ്ങളെക്കുറിച്ചാണ് 2ാമത് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, 3ാമത്തെ ചോദ്യം 3 അതിനകത്തിലുണ്ടായിരുന്നു അല്ലേ. 4ാമത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്. അതിനകത്തിലാണ് പോളിസ് എന്ന് പറയുന്ന കണ്ടോ, പോളിസ്. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാ. ഓക്കെ ആണോ? 4 അതിൻ്റെ മലയാളമാണിത് കേട്ടോ. എന്താണ് ഇങ്ങനെ കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ എടുത്ത് പഠിക്കാൻ പറ്റും. ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത് നോക്കിയേ, മേജർ സിറ്റീസ് സ്റ്റേറ്റ്. കണ്ടോ, പുരാതന ഗ്രീസിൽ നിലനിന്ന പ്രധാന നഗരരാഷ്ട്രങ്ങൾ എന്തെല്ലാം? 5 എണ്ണം. 6ാമത്തെ 6ഉം 7ഉം 8ഉം കൂടെ ഒറ്റ ഇതിൽ നിങ്ങൾക്ക് പറ്റത്തില്ലേ? നോക്കിയേ. ഓക്കെ, കണ്ടോ. പിന്നെ 9 ഇത് നമ്മൾ ഇതിൻ്റെ ഇത് ഇട്ടതാ കേട്ടോ. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഏതൻസിൽ ഏതുണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്. ഓക്കെ നിങ്ങളെ, ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്. പിന്നെ സ്പാർട്ടയെക്കുറിച്ച്, സ്പാർട്ട ഉണ്ടോ, അതിൻ്റെ മലയാളമാവും നിങ്ങൾ. ഇത് സ്പാർട്ടയുടെ മലയാളം. ഓക്കെ, ഇനി ഗ്രീക്കോ പേർഷ്യൻ വാർസ്. 14ാമത്തെ ഗ്രീക്കോ പേർഷ്യൻ വാർസ്. വല്ലോ മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? അതായത് നോക്കൂ നിങ്ങളെ, ആദ്യകാല രാഷ്ട്രങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? ആദ്യകാല രാഷ്ട്രങ്ങൾ, അതായത് ഏർലി സ്റ്റേറ്റ്. അതിനകത്തിലൊരു 4 കുട്ടികൾ സാംസ്കാരിക വിനിമയ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടി വിയിൽ ഉണ്ട്. അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഗ്രീസ്, ഇറാന്, ഇറ്റലി, പിന്നെ നമ്മുടെ ഇന്ത്യ അല്ലേ. ഈ ഗ്രീസ്, ഇറാന്, ഇറ്റലി, ഇന്ത്യ, ഈ 4 രാജ്യങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മനസ്സിലായോ? ഒന്നാമത്തെ അതിനകത്തിൽ ആദ്യമേ ഒരു കുട്ടി, ഓരോ കുട്ടികളും ഓരോ രാജ്യത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അതിനകത്തിൽ ഫസ്റ്റ് പറയാൻ വന്ന നോക്കൂ നിങ്ങളെ, ഗ്രീസിൽ നിന്ന് വന്ന അഥീനയാണ്. ഗ്രീസിൽ നിന്ന് വന്ന അഥീന, നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആ പാർട്ട് 1 കയറി കാണണേ. നോട്ട് പെട്ടെന്ന് എഴുതിയെടുക്കാൻ വേണ്ടി 2 കണ്ടു അല്ലെ 5 കണ്ടു 7 അന്ന് പറഞ്ഞുകൊണ്ടായല്ലോ നിങ്ങളെ. ടെസ്റ്റ് സോഷ്യൽ എപ്പോഴും ടെസ്റ്റ് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ചുമ്മാ അത് അറ്റവും മുറിയും കിട്ടേണ്ടതൊന്നും ഒരു പ്രയോജനമില്ല. അപ്പോൾ ആ കുട്ടി നമ്മുടെ ഗ്രീസിനെ കുറിച്ച് എന്തൊക്കെയാ, ഗ്രീസ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയുണ്ട്, ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ ഏതെല്ലാം, ഈ ഗ്രീക്കിലെ 2 പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളാകും നിങ്ങളെ ഏതൻസും സ്പാർട്ടയും. ഈ ഏതൻസിൽ എന്തൊക്കെയുണ്ട്, സ്പാർട്ടയിൽ എന്തൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ ഇട്ടതാണ്. ഏതൻസിലെ പൗരനെ പെട്ടെന്ന് ചാടിക്കറി ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഏതൻസിൽ എല്ലാവരെയും പൗരരായിട്ട് അവർ പരിഗണിക്കത്തില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ ഒരു പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ എന്താണെന്നറിയോ, രക്ഷകർത്താക്കൾ ആ ഏതൻസുകാർ ആയിരിക്കണം, അവർ ആ സ്ഥലത്ത് തന്നെ ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് കൊടുക്കത്തുള്ളൂ? ആ പൗരത്വം കൊടുക്കത്തുള്ളൂ. എന്ന് പെരിക്ലിക്സ് എന്നാൽ എന്താണ്? ഏതൻസിലെ ശക്തരായ ഭരണാധികാരിയുടെ ആയിരുന്ന പെരിക്ലിക്സിൻ്റെ ഭരണകാലത്ത് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലരായ സ്ഥാനം നേടിയിരുന്നു. അധികാരം ഒരാളിൽ തന്നെ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് നമ്മുടെ പെരിക്ലിക്സിൻ്റെ ആശയമായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആണോ കുഞ്ഞുങ്ങളെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ. പിന്നെ സ്പാർട്ട, ഗ്രീക്കോ പേർഷ്യൻ വാർസിനെ കുറിച്ചും ഒക്കെ ഉണ്ടോ 14. ഓക്കെ ആണോ? 14 ഗ്രീക്കോ പേർഷ്യൻ വാർസൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതത്രയും സമയം കളയണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞ കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇനി ഇത് മുതലാണ് നമ്മൾ പറയാനുള്ളത് അല്ലേ. 15ാമത്തത്, അതായത് സ്പാർട്ട വരെ നമ്മൾ പഠിച്ചായിരുന്നു. നോക്കൂ കുഞ്ഞുങ്ങളെ, മാരത്തൺ ഓട്ടത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഹെറോഡോട്ടസും തൂസിഡൈഡ്സും ഇതൊക്കെ എന്തുവാണെന്നറിയാം. ഈ ആദ്യത്തെ ഒരു ബോക്സിനെക്കാട്ടിൽ ഈ 2ാമത്തെ ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. നിങ്ങൾ വേണേൽ ഒന്നും കൂടി പറയാം. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച ഒരു കൃതിയാണ് ദ ഹിസ്റ്ററീസ്. നിങ്ങളെ ഈ ഗ്രീക്കുകാരും പേർഷ്യനും ഇല്ലയോ, അവരുടെ യുദ്ധം ഉണ്ടല്ലോ, ഈ വാറിനെ 2നെയും കൂടെ കേന്ദ്രീകരിച്ചൊരു കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ഇതിപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകണം കേട്ടോ. ഇപ്പോൾ ട്യൂഷന് വിടാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും കുഞ്ഞുങ്ങളെ, വീട്ടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കാണും അല്ലേ. എല്ലാ മാസവും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട
ബുദ്ധിമുട്ടുള്ളവർ കാണും, അതുപോലെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും. നിങ്ങൾ ആ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളും പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ആരെങ്കിലും ആട്ടെ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഞങ്ങളെ പോലുള്ള ആരെങ്കിലും ഈ യൂട്യൂബിലൂടെയോ ഒക്കെ പറഞ്ഞു തരാനുണ്ടല്ലോ, നിങ്ങളത് വിനിയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളത് മാക്സിമം അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ആരായാലും പറഞ്ഞു തരുന്നില്ലയോ നിങ്ങളെ, ട്യൂഷന് പോയില്ലെങ്കിലും. പിന്നെ നമ്മൾ ഈ ട്യൂഷന് പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതിപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും. ട്യൂഷന് പോകുന്നതിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെരുക്ക് കിട്ടുന്നിടത്ത്, ട്യൂഷന് വിടുന്നിടത്ത് ആ ട്യൂഷൻ ടീച്ചറോ ട്യൂഷൻ സാറോ നല്ല പെരുക്ക് കിട്ടുന്നിടത്താണെങ്കിൽ കുട്ടികൾ പഠിക്കും ഇല്ലേ. കാരണം എന്താ, അവരതിൻ്റെ റിവിഷനൊക്കെ നടത്തി അല്ലേ, ഏതൊരു പാഠം പഠിപ്പിച്ചിട്ടും അത് റിവിഷനൊക്കെ നടത്തി നല്ല പെരുക്ക് കിട്ടുമ്പോൾ എന്താ, നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും കേട്ടോ. അപ്പോൾ ട്യൂഷന് വിടാൻ പറ്റുന്ന മാക്സിമം വിടണം, കാരണം എങ്കിലേ കുട്ടികൾ പഠിക്കത്തുള്ളൂ. റിവിഷനും ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലേ പഠിക്കത്തുള്ളൂ. അല്ലാതെ ഈ നോട്ട് കണ്ടിങ്ങനെ അങ്ങ് എഴുതി വെച്ചെന്ന് വിചാരിച്ച് അത് ചിലപ്പോൾ അത് ആ ബുക്കിൽ അങ്ങ് ഇരുന്ന് പോകത്തതേ ഉള്ളൂ അല്ലേ. പഠിക്കാനൊരു ഇച്ചിരി പാടായിരിക്കും. പിന്നെ വീട്ടിലെ സിറ്റുവേഷനുകളാകും നിങ്ങളെ ഓരോരുത്തരെയും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ആ രീതി അനുസരിച്ച് ഇങ്ങനെയുള്ള വീഡിയോകൾ മാക്സിമം വിനിയോഗിക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഈ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഗ്രീക്കുകാരും ഗ്രീക്കോ പേർഷ്യൻകാരും തങ്ങളിൽ എന്താ കുഞ്ഞുങ്ങളെ രചിച്ച ഒരു കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതിയാണ് ഇത് കേട്ടോ. ചരിത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരെയാണ് കുഞ്ഞുങ്ങളെ, ഹിസ്റ്ററി ഓഫ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ് കേട്ടോ. അതൊക്കെ അറിയണേ, ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഹിസ്റ്ററി ചരിത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ് കേട്ടോ. പിന്നോ സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങൾ, ആ യുദ്ധത്തെ അതൊരു ഒരു മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് നിങ്ങൾ കേട്ടോ. ഈ ഏതൻസും സ്പാർട്ടയും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. ആരൊക്കെയാ? ഏതൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു എന്താ, പെലോപ്പൊനേഷ്യൻ കേട്ടോ. അത് ഞാൻ എഴുതിയില്ല കുഞ്ഞുങ്ങളെ, സോറി കേട്ടോ. അത് നിങ്ങളങ്ങ് എഴുതിയെടുക്കണേ. യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തി. പിന്നെ തൂസിഡൈഡ്സ്, ഇവിടെ ഈ പടം കൊടുത്തിട്ടുണ്ട്. ഡൈഡ്സ് എന്ന ചരിത്രകാരനാണ് ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനേഷ്യൻ വാർ എന്ന ചരിത്രകൃതിയുടെ പേര് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബോക്സ് ആണ് ഇത് കേട്ടോ. കാരണം ഇതിനകത്തിൽ ഒരു 5-6 വൺ വേർഡ് ക്വസ്റ്റ്യൻ അതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി നമ്മൾ പറഞ്ഞു ഗ്രീക്ക് തത്വചിന്തകന്മാർ ആരൊക്കെയാണ്. നമ്മൾ പഠിക്കുന്നത് ഗ്രീസിനെ കുറിച്ചല്ലേ അല്ലേ. ആര് പറയുന്നതാണ്? അഥീന പറയുന്നതാണ്, ഗ്രീസിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അതിനകത്തിലെ ഗ്രീക്ക് തത്വചിന്തകന്മാരും അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 3 ബോക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെറിയൊരു പാഠമാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം കൂടുതലും വൺ വേർഡുകളാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ലോകത്തിലെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകന്മാരാണ്. ഗ്രീക്ക് ഫിലോസഫർ, തത്വചിന്തകൻ എന്ന് വെച്ചാൽ ഫിലോസഫർ ആവും. നിങ്ങളെ ആരൊക്കെയാണെന്നറിയോ? സോക്രട്ടീസ് വായിക്കാൻ അറിയണേ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസ് ഇച്ചിരി പാടാന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ പഠിക്കണ്ടേ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ 3 പേരാവും നിങ്ങളെ ഗ്രീക്ക് തത്വചിന്തകന്മാർ. ഇവർ 3 പേരെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ആദ്യം നമുക്ക് സോക്രട്ടീസ് നോക്കുന്നില്ലേ. അറിവാണ് നന്മ. അറിവുണ്ടെങ്കിൽ എന്താ, നന്മയുണ്ടെന്നാണ് പറഞ്ഞത്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് സോക്രട്ടീസ്. ഒരു മാർക്കിൻ്റെ ചോദ്യമല്ലേ അത്. അതുപോലെ തന്നെ സംവാദ രീതി, അതിലൂടെ ആശയങ്ങൾ സംവാദം എന്ന് വെച്ചാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തത്തില്ലേ അല്ലേ, ഡിബേറ്റ്. അങ്ങനെ എന്താ, അങ്ങനെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. സോക്രട്ടീസിൻ്റെ 2 കാര്യങ്ങൾ. ഒന്നെന്ന് വെച്ചാൽ അറിവാണ് നന്മ എന്ന തത്വത്തിൻ്റെ പ്രാധാന്യം നൽകി സംവാദ രീതിയിലൂടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ചതും നമ്മുടെ സോക്രട്ടീസാണ്. എന്നാൽ പ്ലേറ്റോയോ? ഈ സോക്രട്ടീസിൻ്റെ ഒരു ശിഷ്യനാണ് നമ്മുടെ പ്ലേറ്റോ. എന്താ നിങ്ങളെ, നമ്മൾ ഫസ്റ്റ് പഠിച്ച ഈ സോക്രട്ടീസിൻ്റെ ഒരു ശിഷ്യനാണ് പ്ലേറ്റോ. സോക്രട്ടീസിൻ്റെ അത് മാത്രമല്ല, അക്കാദമി എന്ന പഠന കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു. അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക്. എന്താണ് റിപ്പബ്ലിക്? നമ്മുടെ റിപ്പബ്ലിക് എന്നാ ജനുവരി 26-ാം തീയതി അല്ലേ. പക്ഷെ അത് പ്രധാന കൃതി റിപ്പബ്ലിക്. പ്ലേറ്റോയുടെ അക്കാദമിയിൽ ഇനി നോക്കിയേ, ഈ പ്ലേറ്റോയുടെ അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ പഠന കേന്ദ്രമാണ്. ഇവിടെ ഓർഡർ നോക്കിയാൽ മതി നിങ്ങളെ. സോക്രട്ടീസ് ആണ് ഒന്നാമത്തെ. ഈ സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ. ഈ പ്ലേറ്റോ ഇട്ട ഒരു പഠന കേന്ദ്രമാണ് അക്കാദമി. ഈ അക്കാദമിയിൽ പഠിക്കാൻ വന്ന ആളാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയുടെ അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ലൈസിയം എന്ന പഠന കേന്ദ്രം, ഇനി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിന്നെല്ലാം പഠിച്ചിട്ട് എന്നപ്പുറത്ത് ചെന്നിട്ട് ലൈസിയം എന്ന ഒരു പഠന കേന്ദ്രവും ആരംഭിച്ചു കേട്ടോ. പൊളിറ്റിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായിരുന്നു. പൊളിറ്റിക്സ് കേട്ടോ, പൊളിറ്റിക്സ്. അപ്പം ഈ 3 ബോക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഇനി തൊട്ടിപ്പുറത്ത് നോക്കണേ കുഞ്ഞുങ്ങളെ, നോട്ടുണ്ട് കേട്ടോ, നോട്ടുണ്ട്. നോക്കിയേ, പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ കുഞ്ഞുങ്ങളെ, ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നാണ്. ഇലിയഡ് എന്തുവാ ഈ ഇലിയഡ്? പുരാതന ഗ്രീക്ക്, ഗ്രീസിനെ കുറിച്ചല്ലേ, അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവ, ഒറീസയുടെ ഒരു ഭാഷയല്ലേ ഒഡീസി എന്നിവയിൽ നിന്നുമാണ്. അപ്പോൾ എന്തു ഇലിയഡ്? നോക്കിയേ, ഒരു പച്ച ബോക്സ് അവിടെ കിടക്കുന്നുണ്ടോ നിങ്ങളെ? ഗ്രീക്കുകാർ ട്രോയി ഒരു നഗരത്തിൽ നോക്കണേ, ട്രോയി നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. നമ്മുടെ ഗ്രീക്കുകാർ ഒരു യുദ്ധം നടത്തിയായിരുന്നു ട്രോയിഡുമായിട്ട്. ആ യുദ്ധത്തിൻ്റെ കഥയാവും നിങ്ങളെ ഇലിയഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ട്രോയി നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷം ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനാവില്ല, നമ്മുടെ ഗ്രീക്കുകാർക്ക് ഇവരുമായിട്ട് വിജയിക്കാനായില്ല. അവർ ഒരു കൂറ്റൻ മരക്കുതിര ഉണ്ടാക്കി. അവരെന്ത് ചെയ്തു? ഭയങ്കര ഒരു മരക്കുതിരയെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും മികച്ച പോരാളികളെ ഈ കുതിരക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിൻ്റെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പിൻവാങ്ങി. അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. ഇലിയഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. ഗ്രീക്കുകാർ ട്രോയി നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. ഈ ട്രോയി നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിൽ നമ്മുടെ ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല. ഇവരെന്ത് ചെയ്യുമെന്നറിയോ? വലിയ കൂറ്റൻ മരക്കുതിരയെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും വലിയ പോരാളികളെ ഈ കുതിരക്കുള്ളിലാക്കിയ ശേഷം ട്രോയി നഗരത്തിൻ്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി. എന്നിട്ടോ തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിര എന്ന് ട്രോജന്മാർ കരുതി. തോൽവി സമ്മതിച്ചതുകൊണ്ട് ഈ ഗ്രീക്കുകാർ ഇവരെന്തോ ഇതെന്നറിയാം, ഇവരവിടെ ഈ കുതിരക്കകത്തിൽ ആളെ കയറ്റി അവിടെ കൊണ്ട് കളഞ്ഞിരുന്നു. മറ്റേ ഈ ട്രോയി ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ അവർ വിചാരിച്ച എന്താണെന്നറിയോ, അവർ യുദ്ധത്തിൽ ജയിച്ചപ്പം നമ്മുടെ ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണെന്ന് അവർ കരുതി അല്ലേ. ഈ വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് അങ്ങ് കൊണ്ടുവന്നു. എന്നിട്ടോ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരയ്ക്കുള്ളിൽ നിന്നും ഈ ഭടന്മാർ പുറത്തിറങ്ങി കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകളിൽ ട്രോയിലേക്ക് ഇരച്ചു കയറി. പ്രഭാതത്തിൽ ഈ ട്രോയ് നഗരം നാമാവശേഷമാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെയുണ്ട് ഇല്ലയോ? അത് നേരായ രീതിയിലുള്ള പരിപാടിയാവുന്ന കുഞ്ഞുങ്ങളെ, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലേ? നേർക്ക് നേര് വേണം പോരാടാൻ ഇല്ലേ? ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ, ഈ നമ്മുടെ ഗ്രീക്കുകാർ ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ പോരാടി അല്ലേ. പക്ഷെ പോരാടിയപ്പോൾ എന്താ, അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, ഭയങ്കര ഒരു കുതിരയെ ഉണ്ടാക്കിയിട്ട് മരത്തടി കൊണ്ടൊരു കുതിരയെ ഉണ്ടാക്കിയിട്ട് അതിനകത്തിൽ ഈ ഇവരുടെ ഗ്രീക്കിലെ നല്ല ആരോഗ്യവും നല്ല യുദ്ധം നടത്താൻ നല്ല പ്രാപ്തനായ ആൾക്കാരെ ഇതിനകത്തിലാക്കിയിട്ട് ഈ റോഡിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടിരുന്നു. അപ്പോൾ ഈ ട്രോയിലെ ആൾക്കാർ വിചാരിച്ചു അവർ ജയിച്ചതിന് ഈ ഗ്രീക്കുകാർ അവർക്ക് സമ്മാനം കൊണ്ട് കൊടുത്തതാന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു, അത് വലിച്ചെടുത്ത് അവരുടെ അവിടെ കൊണ്ടിട്ടു അല്ലേ. എന്നിട്ടോ അവരുടെ നഗരത്തിലോട്ട് കൊണ്ടുപോയി. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുതിരയ്ക്കകത്ത് നിന്നും ഭടന്മാരെല്ലാം കൂടെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്തു, ആ ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ച് കയറിയിട്ട് പ്രഭാതത്തിൽ ട്രോയ് നഗരം മൊത്തത്തിൽ അവർ നാമാവിശേഷമാക്കിയെന്ന അല്ലേ. ആണോ കുഞ്ഞുങ്ങളെ? ഇത്ര മനസ്സിലാകുന്നുണ്ടോ എന്താണ് ഇലിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇപ്പം മനസ്സിലായോ? അതിനെക്കുറിച്ച് നമ്മുടെ ചരിത്രം തത്വം അതൊക്കെ പോട്ടെ. അടുത്ത പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. അടുത്ത ഏതാണ്? നമ്മളെ ഫസ്റ്റ് കുറിച്ച് മൊത്തം പറഞ്ഞു കഴിഞ്ഞു. ഗ്രീക്ക് അതിനെക്കുറിച്ചാണ് ആദ്യം ഫുള്ള് പറഞ്ഞു കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ നമ്മുടെ പയ്യൻസ് ഏതാ? ഈ പയ്യൻസ് അല്ലേ, നല്ലൊരു കൊച്ചിരിക്കുന്നത് അല്ലേ, ഇറാനിലെ രണ്ടാമത്തെ പയ്യൻസിൻ്റെ സംസാരം നോക്കിക്കേ. പേർഷ്യൻ സാമ്രാജ്യം. കൂട്ടുകാരെ, ആ ചെറുക്കൻ്റെ പേരെന്താണെന്നറിയോ? ജഹാൻ. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസെപോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ അവിടെ പടം കൊടുത്തിട്ടുണ്ടോ? പെർസെപോളിസ്
എല്ലാം വായിക്കൊള്ളാത്ത കുറേ വാക്കുകളല്ലയോ. പെർസെപോളിസ്. ഇറാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക വിനിമയ പരിപാടിയിൽ പങ്കെടുത്ത ജഹാന്റെ വിവരണം ശ്രദ്ധിച്ചല്ലോ. എന്തെല്ലാം ആശയങ്ങളാണ് ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? നമ്മളത് ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കൂ നിങ്ങളെ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രമുഖരായി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പേർഷ്യൻ ഭരണ സംവിധാനത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണിത്. അതിനകത്തിൽ തന്നെയാണ് സരതുഷ്ട ദർശനം എന്ന് പറയുന്നത്. പേർഷ്യയിലാണ് സരതുഷ്ട ദർശനം. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഇറാൻ അല്ല ഗ്രീസിനെ കുറിച്ച്, ഗ്രീക്ക് സംബന്ധമായിട്ട് ഏതൻസും സ്പാർട്ടയെക്കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്രീക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു. രണ്ടാമത് ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്തോത്തിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ? പേർഷ്യൻ സാമ്രാജ്യത്തിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ആ കുട്ടി അതിൻ്റെ പേർഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത്രയും കാര്യമാണ് നിങ്ങൾ ആ പേർഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രമുഖ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിക്കും കുഞ്ഞുങ്ങളെ. പേർഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രഥമ ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു? സൈറസും ദാരിയസ് ഒന്നാമനും സെർക്കിക്സും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാനത് ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട്. പേർഷ്യൻ ഭരണ സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? സരതുഷ്ട ദർശനം കേട്ടോ, എന്തൊക്കെയാണെന്നും അറിയണം. അപ്പോൾ അത് അത്രയാകുമ്പോൾ നമ്മൾ പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കും. അടുത്ത മൂന്നാമത്തത് റോമൻ സാമ്രാജ്യം നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. ഫസ്റ്റ് ഗ്രീക്കാണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഗ്രീക്കിനകത്തിലാണ് ഏതൻസും സ്പാർട്ടയും ഒക്കെ വരുന്നത് കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ. അതിനകത്തിലാണ് ഹെറോഡോട്ടസിനെ കുറിച്ചും സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ അതിനകത്തിൽ വരുന്നതാണ് കേട്ടോ. ഏതാ? ഗ്രീക്കിലെ തത്വചിന്തകന്മാരെ കുറിച്ച്. ഗ്രീക്കിലെ ഒരു 3 തത്വചിന്തകന്മാരുടെ പേര് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിലാണ്. പിന്നെ നമ്മൾ പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി കേട്ടോ, ഇത്രയും മാത്രം. പക്ഷേ ഗ്രീക്ക് കുറേ തോനെയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ റോമൻ മൂന്നാമത്തെ കുട്ടി റോമൻ അല്ലേ, എലീനയാണ്. എന്തായിരുന്നു ഇപ്പം പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ജഹാൻ അല്ലേ. ഏതാ ജഹാൻ? ഏത് രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങളെ പറഞ്ഞത്? പേർഷ്യയെക്കുറിച്ച് പറഞ്ഞതാണ് ജഹാൻ കേട്ടോ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതോ ഞാൻ വെറുതെ സംസാരിക്കുന്നേ ഉള്ളോ? ഒന്നാമത്തെ രാജ്യമായ ഗ്രീക്കിനെ കുറിച്ച് പറഞ്ഞത്, ഗ്രീസിനെ കുറിച്ച് പറഞ്ഞത് അഥീനയാണ്. നമ്മുടെ ആ ബോക്സിൽ ഒന്നാമത്തെ പെൺകുട്ടി അഥീന ഗ്രീസിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തത് പേർഷ്യയെക്കുറിച്ച് പറഞ്ഞത് ജഹാൻ ആയിരുന്നു. ജഹാൻ പേർഷ്യയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറയുന്നത്. മൂന്നാമത്തേത് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നത് എലീനയാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. ഇപ്പം നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വാട്ട് വെയർ ദ സിറ്റി സ്റ്റേറ്റ് ഓഫ് ആൻഷ്യന്റ് ഗ്രീസ് നോൺ ആസ് പോളിസ്? പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ അറിയപ്പെട്ടത് പോളിസ് എന്നാണ്. വിച്ച് വെയർ ദ മേജർ സിറ്റി സ്റ്റേറ്റ് ഓഫ് ഗ്രീസ്? ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏതൻസും സ്പാർട്ടയും. നമ്മളത് പഠിച്ചതാണ്. നെയിം ദ ഫേമസ് വർക്ക് ബേസ്ഡ് ഓൺ ദ ഗ്രീക്കോ പേർഷ്യൻ വാർ. ഏതാ? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ഈ പാഠത്തിൽ കൂടുതലും വൺ വേർഡുകളാട്ടോ. ഹു ആർ ദ മേജർ ഗ്രീക്ക് ഫിലോസഫർ ഹു ഇൻഫ്ലുവൻസ് ദ വേൾഡ്? നമ്മുടെ ലോകത്തെ സ്വാധീനിച്ച ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. നല്ലപോലെ അറിയണേ അത്. ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ഒരു മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. പ്രധാനപ്പെട്ട നോക്കിയാണ് ഞാൻ തന്നിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ്. പിന്നെ ദ ഹിസ്റ്ററീസ്, ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതി എന്ന് പറയുന്നത് ഹിസ്റ്ററീസ് എന്നാണ്. ദ ഹിസ്റ്ററീസ്. ഹു ഈസ് ദ ഫിലോസഫർ ഹു സെഡ് ദ നോളജ് ഈസ് വെർച്യൂ? എന്തോ ഞങ്ങളെ അറിവാണ് നന്മ. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നല്ലേ എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആരാണ്? നോളജ് ഈസ് വെർച്യൂ. വെർച്യൂ എന്ന് വെച്ചാൽ ഇവിടെ അറിവെന്നാണ് കേട്ടോ. നന്മ എന്നാണ് വെർച്യൂ. നോളജ് ഈസ് വെർച്യൂ എന്ന് വെച്ചാൽ അറിവാണ് നന്മ എന്ന് പറഞ്ഞത് ആരാ കുഞ്ഞുങ്ങളെ? സോക്രട്ടീസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ആ 3 ബോക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ who is the Greek philosopher who propagated the idea through the method of a logical discussion? സംവാദ രീതിയിലൂടെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് ആരാണ്? ആരാ? ഐഡിയ ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻസ് സോക്രട്ടീസ് ആണ്. ഹു ഫൗണ്ടഡ് ദ സെൻറ്റർ കാൾഡ് അക്കാഡമി എന്ന സെൻറ്റർ സ്ഥാപിച്ചത് ആരാവും നിങ്ങളെ? രണ്ടാമത്തെ ആളായിരുന്നു അല്ലേ? പ്ലേറ്റോ അല്ലേ? അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കാമെന്നാണ് മൂന്നാമത്തെ ആൾ. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പ്ലേറ്റോ. ഹു വാസ് ദ ഫിലോസഫർ ഹു വാസ് ദ സ്റ്റുഡൻറ്റ്? പ്ലേറ്റോ എന്നുകൊണ്ടാണ്ട് അടുത്തത് പ്ലേറ്റോ അറ്റ് അക്കാഡമി അരിസ്റ്റോട്ടിലാണ് അല്ലേ? പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിനിയായിരുന്ന തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഫസ്റ്റ് ആള് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് പിന്നെ നമുക്ക് അതെന്തോ പറഞ്ഞേ, അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞല്ലോ.
അറിവാണ് നന്മ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു സോക്രട്ടീസ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ. പ്ലേറ്റോയുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് അക്കാദമി. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേരാണ് റിപ്പബ്ലിക്ക്. പിന്നെ പ്ലേറ്റോയുടെ സ്കൂളിൽ പഠിക്കാൻ വന്ന ആളായിരുന്നു അരിസ്റ്റോട്ടിലാണ് ലൈസിയം എന്ന പുതിയ സ്കൂൾ തുടങ്ങി അല്ലേ, പഠന കേന്ദ്രം തുടങ്ങി. പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ രചിച്ച കൃതി അല്ലേ. ഇനി ഹൂ ഫൗണ്ടഡ് ദ സ്റ്റഡി സെൻറ്റർ ഓഫ് നടക്കുന്നത് ലൈസിയം. ഈ വാക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ലൈസിയം ഇംഗ്ലീഷ് വായിക്കാറില്ല. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് കേട്ടോ. അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അരിസ്റ്റോട്ടിൽ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആ 3 ബോക്സും നല്ലതുപോലെ പഠിക്കണം കേട്ടോ. അതിനകത്ത് നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ഒത്തിരി ഉണ്ട്. അടുത്ത നമ്മൾ പഠിക്കുന്നത്, നമ്മളപ്പം ഗ്രീക്കിനെ കുറിച്ച് മൊത്തം നോട്ടും തന്നു കേട്ടോ. ഗ്രീസ്. ഇനി നമ്മൾ പേർഷ്യൻ എംപയറിനെ കുറിച്ചാവും നിങ്ങളെ. പേർഷ്യൻ എംപയർ. ഇറാൻ ഈസ് എ സെഞ്ചുറി വിത്ത് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. മോഡേൺ ഇറാൻ ഈസ് എ പാർട്ട് ഓഫ് ദ ആൻഷ്യൻ്റ് പേർഷ്യൻ എംപയർ. പേർഷ്യൻ എംപയർ അതായത് പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് എഴുതാൻ ചോദിക്കുമ്പോൾ ഒരു 5 പോയിന്റ് എഴുതണം. ഇംഗ്ലീഷുകാർക്കുള്ള 5 പോയിന്റാണിത്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഇറാൻ ഈസ് എ ഇറാൻ ഈസ് എ കൺട്രി വിത്ത് പേർഷ്യൻ കൾച്ചർ ഹെറിറ്റേജ്. മോഡേൺ ഇറാൻ ഈസ് ദ പാർട്ട് ഓഫ് ദ ആൻഷ്യൻ്റ് പേർഷ്യൻ എംപയർ. നല്ലപോലെ എഴുതണേ കുഞ്ഞുങ്ങളെ. ദ പേർഷ്യൻ എംപയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡൈവേഴ്സ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ആ പേര് നല്ലോണം നോക്കണേ. പെർസെപോളിസ് എന്നാ കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് പെർസെപോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ പേർഷ്യൻ എംപയർ. ദ ഗവർണർ ഓഫ് പേർഷ്യ വെയർ നോൺ ആസ് ആരാണ്? സത്രബ്. അത് ഇംഗ്ലീഷ് അതുപോലെ അങ്ങ് എഴുതിയെടുക്കണേ. എന്നിട്ട് ഇതാണ്ട് അതിൻ്റെ മലയാളം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇറാൻ അതായത് പേർഷ്യൻ സംസ്കാര പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇറാൻ. പണ്ട് കാലത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണിത്. വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതാണ് ഈ പേർഷ്യൻ സാമ്രാജ്യം. അതിൽ പെർസെപോളിസ്, അത് ആ പടം അവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ. പെർസെപോളിസ് ആയിരുന്നു ഇതിൻ്റെ തലസ്ഥാനം. പേർഷ്യയിലെ ഗവർണർമാരെ സത്രബ് എന്നാണ് അറിയപ്പെട്ടത്. പേർഷ്യയിലെ ഗവർണർമാരെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? സത്രബ്. ഞാൻ പറയും, ഈ വരച്ചിട്ടേക്കുന്ന എല്ലാം 1 വേർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഞാൻ ഏതിൻ്റെ ഏലും അടിക്കിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണം കേട്ടോ. സത്രബ് എന്ന് വെച്ചാൽ ആരാണ്? പേർഷ്യയിലെ ഗവർണർമാരെയാണ് സത്രബ് എന്ന് അറിയപ്പെടുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു നിങ്ങളെ? പേർഷ്യയിലെ നമ്മൾ ഗ്രീക്കിലെ 3 പ്രമുഖരായ തത്വചിന്തകന്മാരെ നമ്മൾ പഠിച്ചു. ആരാ? സോക്രട്ടീസ്, പ്ലേറ്റോ, പിന്നെ ഒരാളുണ്ടല്ലോ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ അല്ലേ, 3 പേര്. ഇവിടെ നോക്കിയ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ആൾക്കാരാണ് സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസിസം കേട്ടോ. സെർക്സിസിസം പൊന്നോ ഇല്ലയോ? എന്തോ ചെയ്യാന്. അടുത്ത, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പേർഷ്യൻ? നമ്മൾ പേർഷ്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കാനുള്ള കാര്യങ്ങളാവും നിങ്ങളെ. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു സെവറൽ സത്രപ്പീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പേര് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. സത്രബി എന്നാട്ടോ. സത്രബീസ്. The vast empire was divided into several satrapies for administrative convenience. These satrapies were under governors known as satraps. These satraps enforced the laws and tax systems of the king in the satrapies. കേട്ടോ. അപ്പം പേർഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സത്രബീസ് അങ്ങ് ഓർത്തോണം. പേർഷ്യക്കാരുടെ സത്രബി. ഗ്രീക്കുകാരുടെ ഏതൻസും സപ്പോർട്ടൊക്കെ ഒരു സ്പാർട്ട ഇല്ലയോ, ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ പഠിച്ച് വെച്ചേക്കണം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് സോക്രട്ടീസ്, പിന്നെ പ്ലേറ്റോ, പിന്നെ ആരാ കുഞ്ഞുങ്ങളെ, ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ അരിസ്റ്റോട്ടിൽ, അവരെക്കുറിച്ചും ഗ്രീക്കിലെ പഠിച്ച് വെച്ചേക്കണേ. പിന്നെ രണ്ടാമത്തെ പേർഷ്യക്കാരുടെ പേർഷ്യ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പഠിച്ചിരിക്കേണ്ട വാക്കുകളാണ് പെർസെപോളിസും പിന്നെ സത്രബ്, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേട്ടോ. അപ്പോൾ ഈ 3 പോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഇംഗ്ലീഷുകാർ എഴുതണം കേട്ടോ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആവും നിങ്ങളെ. അത് കഴിഞ്ഞ് അതിൻ്റെ മലയാളംകാരെങ്ങനെ എഴുതുമെങ്കിലും പേർഷ്യൻ സംവിധാനം ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപികളായിരുന്നു വിഭജിച്ചിരുന്നത്. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപികളായി വിഭജിച്ചിരുന്നു.
സത്രബ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? സത്രബ്. അവരുടെ കീഴിലായിരുന്നു സത്രപികൾ. സത്രപിൻ്റെ കീഴിലാണ് സത്രപികൾ. സത്രപമാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പാക്കി. ഈ സത്രപമാരെന്താണ്? രാജാവിൻ്റെ ഓരോ നിയമങ്ങളും ഓരോ നയങ്ങളും ഒക്കെ എന്ത് ചെയ്തു? നമ്മുടെ സത്രപികളിലായിരുന്നു ഇത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. കേട്ടോ? ഓക്കെ ആണോ പേർഷ്യൻ ഭരണ സംസ്കാരത്തെക്കുറിച്ച്? ഇനി അടുത്തത് തരതുഷ്ട ദർശനം. സരതുഷ്ട ദർശനം എന്ന് കേട്ടോ. അത് ഇംഗ്ലീഷിൽ എന്തോന്നറിയോ? നോക്കിയേ, സൊറോസ്ട്രിയൻ എന്നാവും നിങ്ങളെ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് കേട്ടോ. മലയാളത്തിൽ സരതുഷ്ട ദർശനം. സത്യത്തിൽ ഈ വാക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. ഈ പുതിയ ടെസ്റ്റിനകത്തിൽ വന്ന കാര്യങ്ങൾ ഇതൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല കേട്ടോ. അതോ ഇനി ഞാൻ പഠിക്കാത്തതുകൊണ്ടാണോ? സരതുഷ്ട ദർശനം. പേർഷ്യയിലാണ് ഈ സരതുഷ്ട ദർശനം രൂപം കൊണ്ടത്. സരതുഷ്ട ദർശനമാണ് കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സൊറോസ്ട്രിയൻ എന്നാണ് കേട്ടോ. ഈ പഠിക്കുന്ന ഈ പൂക്കറി പിള്ളേർക്കൊക്കെ ഇത് എന്തോത്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എന്തുവാ പിള്ളേർക്ക് ഇത് വല്ലതും വായിച്ചാൽ വല്ലതും സത്യം പറഞ്ഞാൽ ഇത് കിട്ടുമോ? എന്തോ ചെയ്യാനാ? നോക്കിക്കേ, സൊറോസ്ട്രിയൻ ഫിലോസഫി വല്ല 10ാം ക്ലാസ്സിലോ +1 +2 ഒക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അതൊരു പക്വതയായതാ, അവർക്ക് എന്തുവാന്നൊക്കെ അത് മനസ്സിലാവും. ഇത് 6ാം ക്ലാസ് എന്ന് വെച്ചാൽ 10 വയസ്സ് കഴിഞ്ഞ് അവരിപ്പോൾ 11 വയസ്സൊക്കെ ആവുന്നേ ഉള്ളൂ. ഇവർ ഈ തരതുഷ്ടയും സൊറോസ്ട്രിയനും എനിക്കറിയില്ലോ നിങ്ങൾ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പേർഷ്യൻ സൊറോസ്ട്രിയൻ ഫിലോസഫി? തരതുഷ്ട ദർശനം എന്താണ് അത് നോക്കിയേ നിങ്ങളെ. ഫൗണ്ടഡ് ബൈ ആരാ? സൊറോസ്റ്ററാണ്. തരതുഷ്ടരാണ് ഇതിൻ്റെ സ്ഥാപനം. ഇത് സ്ഥാപിച്ചത് തന്നെ. പിന്നെ ബിലീവ്ഡ് ഇൻ വൺ ഗോഡ് കാൾഡ്. അവർ ഒറ്റ ദൈവത്തെ, ഏക ദൈവത്തെ മാത്രമാണ് അവർ ഏക ദൈവത്തെ വിശ്വസിച്ചിരുന്നു. അതിനെ അഹുര മസ്ത എന്താവും നിങ്ങളെ? അഹുര മസ്ദ എന്നാണ്. ഒറ്റ ദൈവത്തെ അവർ വിശ്വസിച്ചിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നിനെയും ഇങ്ങനെ തിരിച്ചാൽ അല്ലേ. പക്ഷെ പണ്ട് അവരുടെ കാലത്ത് എന്താണ്? ഒറ്റ ദൈവം അല്ലേ, ഏക ദൈവം. അതിനെ അഹുര മസ്ദ. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്ന കേട്ടോ. ആരാ? നമ്മുടെ പേർഷ്യൻ ഫിലോസഫറുടെ ആ ഒറ്റ ദൈവത്തിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത് കേട്ടോ. അടുത്തത് സെൻറ്റ് അവസ്ഥ വാസ് ദ റീജിയൻ ടെസ്റ്റ്. അവരുടെ മതഗ്രന്ഥത്തിൻ്റെ പേര് സെൻറ്റ് അവസ്ഥ എന്നായിരുന്നു. അപ്പം പേർഷ്യൻ സൊറോസ്ട്രിയൻ എന്ന് പറയുന്നതിൻ്റെ സ്ഥാപകൻ എന്ന് വെച്ചാൽ സൊറോസ്റ്ററാണ്. അവിടുത്തെ ഒറ്റ മതം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഏക ദൈവത്തെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിന് പറഞ്ഞ പേര് അഹുര മസ്ദ എന്നാണ്. അവരുടെ മതഗ്രന്ഥത്തിൻ്റെ പേര് സെൻറ്റ് അവസ്ഥ എന്നുമാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമ്മൾ ഗ്രീക്കും പഠിച്ചു, ഇപ്പോൾ പേർഷ്യനും പഠിച്ചു. ഇനി അടുത്ത നമ്മൾ, കാരണം ഒറ്റയടിക്ക് തന്നാൽ നിങ്ങൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം ഞാൻ 31 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. മൊത്തം 2 പാർട്ടായിട്ട് 31 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഏതാണ്? റോമൻ സാമ്രാജ്യം പാർട്ട് 3-ലിടാം കേട്ടോ. നിങ്ങളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. ഞാൻ എന്തായാലും ഇത്രയും എഴുതിയെടുത്ത് നിങ്ങളെ കഷ്ടപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചും, നിങ്ങളെ കൊണ്ട് അതല്ലേ പറ്റത്തുള്ളൂ, തിരിച്ചൊരു കമൻറ്റോ അല്ലെങ്കിൽ ലൈക്ക് ഷെയറോ അതല്ലേ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പം നിങ്ങളത് എനിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.